السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ ചെന്ന സമയത്ത് അവർക്ക് 2 ദിവസമുണ്ടായിരുന്നു ആഘോഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് കളിക്കാനും അവർക്ക് ആവേശത്തിനുമായി 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ 2 ദിവസങ്ങൾ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മുമ്പ് ഈ 2 ദിവസങ്ങൾ ഒരു വർഷത്തിൽ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ദുന്യവിയായ കാര്യങ്ങളിൽ ഉന്മേഷത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുന്ന ദിവസങ്ങളാണ്. പ്രവാചകൻ അവരോട് പറഞ്ഞു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിന് പകരം 2 ദിവസം ഒരു വർഷത്തിൽ പകരമാക്കി നൽകിയിരിക്കുന്നു. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. പിന്നീട് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ആഴ്ചയിലുള്ള വെള്ളിയാഴ്ച എന്ന് പറയുന്ന പെരുന്നാളും. ഇതല്ലാതെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഒരു വർഷത്തിൽ മറ്റൊരു ആഘോഷ ദിനമില്ല, ദിവസമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ പെരുന്നാളിന്റെ ദിവസമാണ്. ദീനുൽ ഇസ്ലാമിൽ മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അത് ഒരുപാട് വിനോദത്തിനും അള്ളാഹുവിനെ കോപ്പിക്കുന്ന അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന കളികൾക്കും ചെറികൾക്കുമുള്ളതല്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദീനിലും ദുനിയാവിലുമുള്ള നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനുമാണ്. യഥാർത്ഥ വിജയി എന്ന് പറയുന്നവൻ, യഥാർത്ഥ പെരുന്നാളുകാരൻ എന്ന് പറയുന്നവൻ നല്ല ഭക്ഷണം കഴിക്കുകയും ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെറിയും കളിയുമായി തന്റെ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കുന്നവനും ഒരിക്കലുമല്ല തന്നെ. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞ ആ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുകയും ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ദാനധർമ്മവും പരിശുദ്ധമായ ഖുർആനും ദിക്റുകളും ദുആകളും അല്ലാഹുവിനെ നന്ദിയുമായി കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തി, അല്ലാഹു അവന്റെ ആ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചാൽ അവനാണ് യഥാർത്ഥ വിജയി, അവനാണ് യഥാർത്ഥ പെരുന്നാളും. നമുക്ക് ഈ സദസ്സിൽ വെച്ചും ഏത് സദസ്സിൽ വെച്ചും പറയാനുള്ളതും ഉണർത്താനുള്ളത് തൗഹീദുല്ലാഹിയെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊന്നും തന്നെയില്ല. മനുഷ്യ സമൂഹങ്ങളോ ജിന്നുകളോ ഇല്ല, മലക്കുകളോ ഇല്ല, അതേപോലെ തന്നെ ജാറങ്ങളോ ഖബറുകളോ ദർഗകളോ ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല, കല്ലുകളോ മണ്ണോ ഇല്ല, സൂര്യനോ ചന്ദ്രനോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, അത് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നു സമൂഹത്തെയും ഞാൻ എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാത്ത നിലക്ക് പരിശുദ്ധ ഖുർആനിൽ കൂടെ അവൻ പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ്. ഈ ലോകത്തുള്ള സകല സമുദായങ്ങളിൽ നമ്മൾ ദൂതന്മാരെയും പ്രവാചകന്മാരെയും അയച്ചു. അവരുടെ സമുദായങ്ങളോട് ഏറ്റവും ആദ്യവും അവസാനവും അവരുടെ ദൈവത്തിന്റെ ഓരോ സമയങ്ങളിലും അവരെ ഉണർത്തിയത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അള്ളാഹുവിനെ കൂടാതെ ആളുകൾ ഏതൊക്കെ വസ്തുക്കൾ, ബിംബങ്ങൾ, ഏതൊക്കെ വസ്തുക്കൾ ആരാധ്യരായി അവർ സ്വീകരിക്കുന്നുവോ, കൊണ്ടാടുന്നുവോ,
ആദരിക്കുന്നുവോ അത് മുഴുവനും അതിന് അർഹരാണ്. ആരാധനയ്ക്ക് യാതൊരു യോഗ്യതയും അതിന് യാതൊരു അവകാശവും ഇല്ലാത്തവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. നമ്മെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമ്മെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു മാലിക്കുൽ മുൽക്കാൻ, അധികാരം നൽകുന്നത് അല്ലാഹുവാൻ, അത് തിരിച്ചു വാങ്ങുന്നത് അല്ലാഹുവാൻ, രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് അല്ലാഹുവാൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. ഇന്നലെ നമുക്ക് നോമ്പായിരുന്നെങ്കിൽ ഇന്നീ സമയത്ത് ാളുമായി ഇവിടെ കഴിച്ചുകൂട്ടാൻ, ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ പറയുന്ന തൗഹീദിന്റെ നേരെ വിരുദ്ധമായി ശിർക്കാകുന്നു. അല്ലാഹുവിനോട് ആരാധനയിൽ അവന്റെ സൃഷ്ടികളുടെ വ്യക്തികളെയോ വസ്തുക്കളെയോ പങ്കുചേർക്കുക എന്ന് പറയുന്നതാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം. അല്ലാഹുവിനോട് അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ പങ്കുചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്, ഏറ്റവും വലിയ പാപമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളായ നമ്മോട് ഏതൊക്കെ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഏറ്റവും ഗൗരവമുള്ളതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനോട് ആരെങ്കിലും ഏതെങ്കിലും വസ്തുവിനെ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്. ആ ശിർക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് വെച്ച് പശ്ചാത്തപിക്കാതെ അവൻ മരിച്ചു പിരിഞ്ഞു പോയാൽ അവൻ കാലാകാലം നരകത്തിലാണ്. അവന് നല്ലത് എന്ന് എന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നിഷ്ഫലമായതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അല്ലാഹുവിനോട് ഏതെങ്കിലും വസ്തുവിനെയോ വ്യക്തികളെയോ ഒരാൾ പങ്കു ചേർത്താൽ അവൻ ഏറ്റവും വലിയ ആരോപണമാണ് ആരോപിക്കുന്നത്. ഒരിക്കലും യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത, അബലരായ, ശക്തരായ അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവനോട് തുല്യമാക്കുക എന്ന് പറയുന്ന ഏറ്റവും കൊടിയ പാപമാണ് ആ വ്യക്തി ചെയ്യുന്നത്. അള്ളാഹുവിനെ നാം അനുസരിക്കണം, അവന്റെ പ്രവാചകനെ നാം അനുസരിക്കണം, സലഫി മാർഗം നാം മുറുകെ പിടിക്കണം. ഫഇന്നഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഈശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എന്റെ ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ആദർശങ്ങളിലെ വ്യതിചലനങ്ങളും തെറ്റായ കാഴ്ചപ്പാടുകളും പല ജാതി ചിന്താഗതികളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം എന്റെയും എന്റെ അനുചരന്മാരുടെയും മാർഗം പിൻപറ്റുക എന്ന് പറയുന്നതാണ്. അതാണ് സലഫി മൻഹജ്, അതാണ് സലഫിയ്യത്ത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെയും എന്റെ ഉത്തമരായ അനുചരന്മാരുടെ, എന്റെ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അശ്രദ്ധമായി നിങ്ങളുടെ മനസ്സ് തെറ്റിപ്പോയാൽ നിങ്ങൾ വ്യതിചലിച്ചു പോകും. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. അല്ലാഹു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, പുതിയതായ ആളുകൾ ദീനാണി എന്ന് പറഞ്ഞുകൊണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കടത്തിക്കൂടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം കേട്ടോ. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, പുതിയതായ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ അനാചാരമാണ്. അനാചാരങ്ങൾ മുഴുവനും അതിന്റെ ആളുകളെ കൊണ്ട് നരകത്തിലേക്ക് കൂലം കുത്തി ഒഴുകുന്നതും അതിൽ ചെന്ന് കടക്കുന്നവരുമാണ്. അസ്സലഫിയ്യത്തു വസുന്നത്തു സഫീനത്തുൻ, സലഫി മൻഹജി എന്ന് പറയുന്നത്, പ്രവാചകന്റെയും തന്റെ അനുചരന്മാരുടെയും മാർഗം എന്ന് പറയുന്നത് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലാണ്. ലോകം മുഴുവനും ആകെ വെള്ളത്തിൽ മുങ്ങിയ ആ പ്രളയത്തിന്റെ സമയത്ത് മഹാനായ പ്രവാചകനും തന്റെ അനുചരന്മാരായ മുഅ്മിനീങ്ങൾക്കും രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുത്ത വാഹനമായിരുന്നു അദ്ദേഹത്തിന്റെ കപ്പൽ. അതിന് തുല്യമാണ് സലഫി മൻഹജി എന്ന് പറയുന്നത്. ഫമൻ റകിബഹാ നജാ, ആ കപ്പലിൽ കയറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. വമൻ തറകഹാ ഗരിഖ്, ആ കപ്പൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിപ്പോയവർ പ്രവാചകന്റെ മകനായിട്ട് കൂടി അവർ മുങ്ങി നശിച്ചതാണ്. സലഫി മൻഹജൊരാൾ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന പക്ഷം അവൻ ഈ ലോകത്ത് വരുന്ന ഈ പറയുന്ന ഫിത്തനുകളിലും വഴികേടുകളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അവൻ കടന്ന് നശിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് കൃത്യമായി കാണിച്ചു തന്ന ആ മാർഗം സ്വീകരിക്കാനും നാം തയ്യാറാവണം. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, അള്ളാഹും അവന്റെ റസൂലും നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങൾ തയ്യാറായാൽ ലകാന ഖൈറൻ ലഹും, അതായിരിക്കും അവർക്ക് ഉത്തമമായത്. വഅശദ്ദ തസ്ബീത, അവരുടെ ഈ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. വഇദല്ലാതൈനാഹും അജ്റൻ അളീമ, അതിന്റെ പുറമെ മഹത്തായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ, ഉത്തമമായ മാർഗത്തിലേക്ക് അല്ലാഹു നമ്മെ ചേർക്കും. സിറാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം മുഴുവനും റമദാൻ കഴിഞ്ഞാലും
അള്ളാഹുവിന്റെ താഅത്തുകൾ കൊണ്ട് നാം അലങ്കരിക്കണം. മഹത്തായ 5 നേരത്തെ നിസ്കാരം, സക്കാത്തും, നോമ്പും, ഹജ്ജും, ഇതുപോലത്തെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കണം. അതേപോലെ അള്ളാഹുവിൽ നാം വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത്, അവന്റെ മലക്കുകളിലും അവന്റെ പ്രവാചകന്മാരിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവസാന നാളിലും അള്ളാഹുവിന്റെ വിധിയിലും ശരിയായ വിശ്വാസമുള്ളവരാണ് എന്ന് നാം ഉറപ്പുവരുത്തണം. ആ കാര്യങ്ങൾ നാം പഠിച്ചെടുക്കണം. മാതാപിതാക്കളോട് മാന്യമായ നിലക്ക് ഉത്തമമായ സ്വഭാവത്തോടെ, താഴ്മയോടെ, വിനയത്തോടെ മാത്രമേ മക്കളെ നിങ്ങൾ ഇടപെടാനും പെരുമാറാനും പാടുള്ളൂ. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തേണ്ടത്. മാതാപിതാക്കളെ, നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ കരാറാണത്. കുടുംബബന്ധം ചേർക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഭാര്യമാര് നല്ല കാര്യത്തിൽ ഭർത്താക്കന്മാരെ പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി, നീതിയോടുകൂടി, നല്ല നിലക്കുള്ള പെരുമാറ്റങ്ങളും ഇടപാടുകളും, പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടാൻ തയ്യാറാവണം. അതേപോലെ തന്നെ പാവങ്ങളോടും അനാഥരോടും അഗതികളോടും വിധവകളോടും സമൂഹത്തിൽ താഴേക്കടയിലുള്ള അബലരായ അശക്തരായ ആളുകളോട് നിങ്ങൾ കാരുണ്യമുള്ള ആളുകളായി വർത്തിക്കണം. കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. അയൽവാസികളായ ആളുകളുമായി നല്ല നിലക്ക് നിങ്ങൾ വർത്തിക്കണം. അവർ മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അതുപോലെ തന്നെ ബന്ധങ്ങൾ അത് നന്നാക്കിയെടുക്കണം. വിട്ടുകിടക്കുന്ന, അകന്നു കിടക്കുന്ന ബന്ധങ്ങളെ നന്നാക്കാൻ ഈ പെരുന്നാളും ഈ ആഘോഷവും ഏറ്റവും നല്ലൊരു അവസരമാണ്, ഏറ്റവും നല്ലൊരു സമയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മയക്കുമരുന്നുകൾ, മദ്യം പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയും കുടുംബത്തിനെയും സമൂഹത്തിനെയും നാശത്തിലേക്ക് കൊണ്ടുപോയി സമൂഹത്തിന് ഭാരമായി കൊണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ നിങ്ങൾ ഒരിക്കലും ആകരുതേ. അതേപോലെ തന്നെ ലൈംഗികമായ വിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിന്ന് പൂർണ്ണമായി കുത്തൊഴിഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുന്നവരായിരിക്കണം. സത്യവും അതേപോലെ തന്നെ സത്യസന്ധതയെ പുലർത്തുന്നതിന്റെ കൂടെ കളവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പൂർണ്ണമായി നാം മാറി നിൽക്കണം. അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് കൽപ്പിച്ചു തന്ന കാര്യങ്ങൾ, അള്ളാഹുവിൽ നമുക്ക് ഹിദായത്തായി കൊണ്ടുവന്ന കാര്യങ്ങൾ, അത് നാം മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും നമുക്ക് വന്നതിന്റെ ശേഷം അതിനോടൊരാളെ പിൻപറ്റാൻ തയ്യാറായാൽ ഈ ലോകത്ത് വഴികേടിലാവുകയില്ല വ്യക്തി, പരലോകത്ത് അവൻ പരാജയപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടാവുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവന്റെ അധ്യാപനങ്ങൾ ഒരാൾ പുറംതിരിഞ്ഞു നിന്നാൽ അവന് ഇടുങ്ങിക്കുടുങ്ങിയ ജീവിതമായിരിക്കും ഈ ലോകത്തും ഖബറിലും പരലോകത്തും ഉണ്ടാവുക. പരലോകത്ത് അന്ധനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യാത്രയാക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തകഫലല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന വ അമില ബിമാ ഫീ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിലുള്ള അധ്യാപനങ്ങൾ ഒരാൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അല്ലാഹു അവന് കൊടുത്തൊരു വാക്കുണ്ട്, അന്നഹു ലാ യളില്ലു ഫിദ് ദുനിയാ വലാ യഷ്ഖാ ഫിൽ ആഖിറ. ഈ ലോകത്ത് അവൻ വഴികേടിലാവുകയില്ല, പരലോകത്ത് അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിനും നാട്ടിലുള്ള ആളുകൾക്കും നന്മ ചെയ്യാൻ നമ്മുടെ ദീനിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ നമ്മുടെ അവിടെ മുന്നിലുണ്ടായിരിക്കണം. നാടിനും നാട്ടുകാർക്കും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി നാം പഠിക്കാൻ തയ്യാറാവണം. നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ ദീൻ ഏതാണ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നമ്മൾ ഖബറിൽ വെച്ച്. അതിനുള്ള ഉത്തരങ്ങൾ അത് പഠിച്ചുണ്ടാക്കി ഈ ലോകത്ത് വെച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തയ്യാറാവണം. എന്നാലേ അവിടെ വെച്ച് നമുക്കതിന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുകയുള്ളൂ, അവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഖബറിൽ വെച്ച് ഒരാൾ വിജയിച്ചാലേ അതിന്റെ അപ്പുറമുള്ള ജീവിതം മുഴുവനും അവനെ സംബന്ധിച്ച് എളുപ്പമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പെരുന്നാളിലുള്ള ഖുതുബ പുരുഷന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി അവർക്ക് പ്രത്യേകമായി ഉപദേശങ്ങൾ നൽകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നൽകിയ ഈ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ വെച്ച് പറയുന്നത് നിങ്ങൾ കേൾപ്പിക്കാവുന്നതാണ്. ഇത്തഖീനല്ലാഹ് വഹ്ഫദ്ന ഹുദൂദഹു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ നിയമങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം. നിസ്കാരം നിങ്ങൾ കൃത്യമായി സമയത്ത് നിങ്ങൾ പാലിക്കാൻ നിലനിർത്താൻ
തയ്യാറാവണം. അള്ളാഹു നൽകിയ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് സക്കാത്തും ദാനധർമ്മങ്ങളും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ നിങ്ങൾ വഴിപ്പെടണം. ഭർത്താക്കന്മാരെ നല്ല കാര്യത്തിൽ പൂർണ്ണമായി അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്തത് ദീനാണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാവണം. അള്ളാഹു നിങ്ങളുടെ കീഴിൽ വളർത്തി വലുതാക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളും പ്രത്യേകിച്ച് പെൺകുട്ടികളും. അവരും നിങ്ങളും ദീനുൽ ഇസ്ലാമിന്റെ അന്യപുരുഷന്മാരുടെ മുന്നിൽ പൂർണ്ണമായി ശരീരം മറക്കുന്ന വസ്ത്രം, അത് ഹിജാബ് ശർഈ, അത് ധരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, 2 വിഭാഗം ആളുകൾ വരാനിരിക്കുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാനും പോകുന്നില്ല, അവരെ നരകനിവാസികളാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, ചില സ്ത്രീകളാണ്. അവർ വസ്ത്രം ധരിച്ചോ എന്ന് ചോദിച്ചാൽ അത് ധരിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അവർ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും, നഗ്നരായിരിക്കും. ഒന്നിരിക്കൽ ശരീരം പൂർണ്ണമായിട്ട് മറക്കാത്തത്, അതല്ലെങ്കിൽ ആ ശരീരത്തിലെ കട്ടിയില്ലാത്ത വസ്ത്രങ്ങൾ കൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് നിഴലിക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അതിന്റെ അളവും അതിന്റെ വലിപ്പവും കൃത്യമായി പുറത്തേക്ക് കാണിക്കുന്ന ശരീരത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ ആടിക്കൊഴഞ്ഞുകൊണ്ട് കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞാങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് പോലെയുള്ള നടത്തമായിരിക്കും, ജീവിതമായിരിക്കും അവർക്ക് സമൂഹത്തിൽ. പുരുഷന്മാരെ വശീകരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഫിത്നയായിക്കൊണ്ട് ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല, അതിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയുമില്ല. വ ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ പരിമളം അത് എത്രയോ വൈദൂരത്തിലേക്ക് അടിച്ചു വീശും. പക്ഷെ ഇവർക്കത് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അത്യാവശ്യ സമയത്ത് മാത്രമേ, അത്യാവശ്യ കാര്യത്തിന് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് പോകാവൂ. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പുരുഷന്മാരിൽ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി മറക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ പോവേണ്ടത്. സുഗന്ധം നിങ്ങൾ ഉപയോഗിക്കരുതേ ആ സമയത്ത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വരയും കുറിയുമുള്ള ചിത്രങ്ങളും പണിയുമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാൻ പോകരുതേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സഹാബി വനിതകൾ, അവരാണ് നിങ്ങൾക്കും നമുക്കുമുള്ള മാതൃകകൾ. അവരെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ തയ്യാറാവണം. വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയത്തിൽ ഉലാ, അനിസ്ലാമികമായ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകളുടെ അഴിഞ്ഞാട്ടം പോലത്തെ അഴിഞ്ഞാട്ടങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവരുതേ. അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകി, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി, അതിന് പൂർണ്ണമായി നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ. പുരുഷന്മാരെ, നിങ്ങളുടെ കീഴിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങളാണ് ഉത്തരവാദികൾ. അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ, അതനുസരിച്ച് ജീവിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയോ, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തോ, ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ തയ്യാറാവേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കലുണ്ടായിരുന്നു. കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സുന്നത്ത് നടപ്പാക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലുണ്ടായിരുന്നു. ആ സുന്നത്തും തന്നെ നമുക്ക് നടപ്പാക്കാവുന്നതാണ്. ഈ പറയുന്ന റമദാനിൽ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് ത്വാഅത്ത് ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടെ മുഴുവനും പൊളിച്ചു തകർക്കുന്ന മുമ്പ് സ്ത്രീ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ അവൾ പിരിച്ചുണ്ടാക്കിയ നൂലുകൾ മുഴുവനും ഉച്ചയാകുമ്പോൾ അത് പൊളിച്ച് തകർത്ത് കളയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞു, വലാ തകൂനൂ കല്ലതീന ഖലത് ഗസ്ലഹ, ആ സ്ത്രീയെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുതേ. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കാൻ നാം തയ്യാറാവണം. റമദാന് കഴിഞ്ഞു, അതിന്റെ ശേഷം അതിൽ നിന്ന് നേടിയെടുത്ത തഖ്വയും ജീവിത വിശുദ്ധിയും ജീവിതത്തിൽ മരണം വരെ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാവണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് നാം കഴിച്ചുകൂട്ടണം. ഒരു മനുഷ്യൻ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തെളിവ് എന്നോണം പണ്ഡിതന്മാര് പലരും പറയുന്നു. അതിന്റെ ശേഷം വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്ത സൽക്കർമ്മം അള്ളാഹു സ്വീകരിച്ചു എന്നവന് പ്രതീക്ഷിക്കാമെന്ന്. നേരെ മറിച്ച് ചില ആളുകൾ റമദാനികൾ ഉണ്ടാകും, അവർക്ക് പ്രത്യേകിച്ച് റമദാനിൽ വലിയ ആവേശവും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വന്നതുപോലെ അവർ തിരിച്ചു പോയാൽ അവരുടെ റമദാനും അതിന്റെ ശേഷമുള്ള ജീവിതം അപകടത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരാൾ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചു, അതിന്റെ ശേഷം പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാൽ മാസത്തിൽ 6 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഫകഅന്നമാ സാമ ജമീഅൽ ആം 360 36 1 10 360 ദിവസം നോമ്പെടുത്തതുപോലെയാണ്
വ്യക്തിയാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് മഹത്തായ ആ 6 ദിവസത്തെ നോമ്പിന് അതിന് നമ്മൾ താല്പര്യം കാണിക്കണം, അത് നിർവഹിക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാവട്ടെ. അതിനവൻ വാഗ്ദാനം ചെയ്ത മഹത്തായ പ്രതിഫലങ്ങൾ അവന് നമുക്ക് നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൽ അതിൽ അല്ലാഹുവിനെ തആത്ത് ചെയ്യാൻ തൗഫീഖ് നൽകപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ പെടുത്തുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതനായ അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അർഹമർ റഹീമീൻ അസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹു വലാ തകിൽനാ ഇലാ അൻഫുസിനാ طرفة عين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك الفردوس الأعلى من الجنة. اللهم إنا نسألك لذة النظر إلى وجهك الكريم والشوق إلى لقائك من غير ضراء مضرة ولا فتنة مضلة يا ذا الجلال والإكرام. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين المفسدين. اللهم عليك بهم فإنهم لا يعجزونك. اللهم منزل الكتاب مجري السحاب هازم الأحزاب اهزمهم وزلزلهم. اللهم صب عليهم عذابك ورجزك يا إله الحق. اللهم لا حول ولا قوة إلا بالله. اللهم اجعلنا من عبادك الشاكرين والذاكرين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.